യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കെതിരെ രൂക്ഷ വിമർശനം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണിത്. കട്ടപ്പ ബാഹുബലിയെ കുത്തുന്ന ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് വിമർശനം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ അവിശ്വാസം പടരുകയാണ്. ഈ അവിശ്വാസമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു തമ്മിൽ തട്ടിലെ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. എ ഗ്രൂപ്പ് നേതാക്കൾ ഒന്നടങ്കം അബിൻ വർക്കിക്കെതിരെ പോസ്റ്റുകളുമായി ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ രംഗത്ത് വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാഹുബലിയെ കട്ടപ്പ കൊത്തുന്ന ചിത്രം അതിന് പിന്നിൽ ഈ അബിൻ വർക്കിയുടെ ചിത്രവും വെച്ചുള്ള ഒരു പോസ്റ്റാണ് ഈ യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. അതായത് തോൾ കയറ്റി നടന്നവൻ്റെ കുത്തിന് ആഴമേറുമെന്ന തലക്കെട്ടുകൂടിയാണ് ഈ ചിത്രം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ചരിത്ര പ്രസംഗം നടത്തിയ ആളുകളും സ്വന്തമായി കണ്ണാടിയിൽ നോക്കിയാൽ നന്നായിരിക്കും എന്നുള്ള പ്രതികരണവും ഇതുകൊണ്ട് അനുവദിച്ചിട്ടുണ്ട്. പ്രസ്ഥാനം തിരഞ്ഞെടുപ്പെന്ന ഒരു വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ പാർട്ടിയെയല്ല, ഒരു നേതാവിനെയല്ല, പാർട്ടിയെ തന്നെയാണ് ഇവർ ഒറ്റിക്കൊടുത്തത് എന്ന തരത്തിലുള്ള വിമർശനവുമുണ്ട്. അബിൻ വർക്കിക്കെതിരെ എ ഗ്രൂപ്പ് നേതാക്കൾ ഒന്നടങ്കം തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ അബിൻ വർക്കിയും അദ്ദേഹത്തിന് അനുകൂലികളുമാണ് എന്ന സംശയമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ അവിശ്വാസം പടരുന്നത്. പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള നീക്കത്തിൽ എ ഗ്രൂപ്പ് പ്രതിനിധികൾ അബിൻ വർക്കിയെ രൂക്ഷമായി എതിർക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇപ്പോൾ തമ്മിലടി മുറുകിയതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഒൺലിയാക്കി മാറ്റിയിരിക്കുകയാണ്.